നാന് ശ്രീ ജോസഫ് വിജയനും ഞാൻ ബാഹുബലി സിനിമയെ പോലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക പ്രൗഡായിട്ടുള്ള സീനാണ്. അദ്ദേഹം പറയുമ്പം മറ്റേ പ്രഭാസ് പറയത്തില്ലേ, ബാഹുബലിയായ ഞാൻ എന്ന് പറഞ്ഞ് പറയുന്ന, അപ്പോൾ ഒരു വലിയ കരഘോഷം മുഴങ്ങുന്ന കണക്ക് തന്നെ ജോസഫ് വിജയായിട്ടുള്ള ഞാൻ എന്ന് പറയുമ്പോൾ എന്തും വേണ്ടി ആഘോഷമാണ് അവിടെ വരുന്നല്ലേ. കാരണം ഒരു എന്താ പറയുന്നത്, ഒരു പൊതുപ്രവർത്തനം തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ എന്തുമാത്രം അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുണ്ടാകണം അല്ലേ. ഒരു 2 വർഷം പോലും തികയാത്തൊരു പാർട്ടി ഒരു ഭരണം പിടിക്കുകയും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യുമ്പം ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പരിഷ്കരണത്തിന് വിധേയമാണ്. പുതിയൊരു പാർട്ടി എന്തെങ്കിലും പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുകയും അവരെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയും ചെയ്യണം. കാലാകാലങ്ങളായിട്ട് വേണ്ടി അടിമത്തത്തിന് കണക്ക് ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം അവരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു അടിമകളായിട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം തമിഴ്നാടും അല്ലേ. ഇപ്പം പുതിയൊരു പാർട്ടി വരുന്നു, അവർ വിജയ് എന്ന് പറയുന്ന നടൻ, വലിയൊരു ഹ്യൂജ് സൂപ്പർ സ്റ്റാർ, അദ്ദേഹം 100-200 കോടിയോളം പ്രതിഫലം മേടിക്കുന്ന ആ പ്രതിഫലം പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം സിനിമയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് അല്ലേ. ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഇതാണ്. അതായത് ഏതൊരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരാൾക്കും ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഉത്തമ ഉദാഹരണമാണ് വിജയ് എന്ന് പറയുന്ന അദ്ദേഹം അല്ലേ. നമ്മൾ അദ്ദേഹത്തിനെ കണ്ടാണ് എല്ലാവരും പഠിക്കേണ്ടത് അല്ലെ. കഠിനാധ്വാനം നമ്മളെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിജയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു.